ഒരു ഇതുമില്ല. ശരി മക്കളെ, സ്റ്റാർട്ട്. നമസ്കാരം കൂട്ടുകാരെ. ഇപ്പോ ശാലീന ടീച്ചറിന്റെ നിത്യതി നൃത്ത നാട്യ കലാലയിലേക്ക് ഭാരതനടനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ശരിക്കും എല്ലാവരുടെയും വിചാരം ഇപ്പോ ഭാരത നടനം എന്ന തലത്തിൽ ഈ സിനിമാ ഗാനങ്ങൾ എന്നല്ല, ഇതും ഭാരതനടനത്തിന്റെ സുന്ദര തലത്തിൽ വരുന്നുണ്ട്. അതിൽ സ്വതന്ത്രമായി നമുക്ക് എന്തും കൊറിയോഗ്രാഫി ചെയ്യാവുന്നേ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് നീലക്കുയിലേ ചെല്ലു മാരിക്കിളിയേ ചെല്ലു നീ എന്റെ മാരനെ കണ്ടു, നല്ല പാട്ടാണ്. ആ സോങ് വളരെയധികം ആഗ്രഹത്തോടു കൂടി നമ്മുടെ തിരുവനന്തപുരം വട്ടിയൂർക്കാവുള്ള പ്രിയരാജ്, ജയരാജ് എന്നീ 2 ചേട്ടന്മാരും നിങ്ങളോട് ആ നൃത്തം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സ്പോൺസർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പ്രിയരാജ് ചേട്ടനും ജയരാജ് ചേട്ടനും 2 ആ സഹോദരന്മാർക്ക് ഹൃദയത്തിൽ തട്ടി നന്ദി പറഞ്ഞുകൊണ്ട് പല പല ഷോട്ടിലായിട്ട് നമുക്ക് ഈ ഡാൻസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അതിനായിട്ട് അവർ പ്രത്യേകം പറഞ്ഞിരുന്നു കൈലിയും ബ്ലൗസും ഒക്കെ എടുത്ത് ചെയ്യണമെന്ന്. അപ്പൊ എല്ലാവരും അതെ സുന്ദരികളായിട്ട് പൂവൊക്കെ വെച്ച് രാവിലെ ഇതിന്റെ ഷൂട്ടിനായിട്ട് ഇതേ ഡ്രസ് ഇട്ട് തന്നെ ആക്റ്റീവയിൽ വന്നായിരുന്നു. ഞാനും അനാമികയും പറയുകയും ചെയ്തായിരുന്നു, നമുക്ക് നമ്മൾ ഈ കൈലിയൊക്കെ കൊടുത്തുള്ള ഫോക്ക് ഡാൻസ് ഉണ്ടല്ലോ, നമ്മൾ കേറുവാണെങ്കിൽ പിന്നെ നമുക്ക് വേറെ ആളുടെ സഹായത്തിന്റെ ആവശ്യമില്ല, നമ്മൾ തന്നെ ഒരുങ്ങി. അതെ അതെ, അല്ല ഇപ്പൊ ഒന്നിനും സഹായം ആവശ്യമില്ല, എന്തും ചെയ്യും നമ്മൾ. അപ്പൊ നമ്മുടെ ഇത്രയും കൂട്ടുകാർക്ക് മുന്നിൽ പ്രിയരാജ് ചേട്ടന്റെയും ജയരാജ് ചേട്ടന്റെയും ആഗ്രഹപ്രകാരമുള്ള ഈ നൃത്തം സ്പോൺസർ ചെയ്തുകൊണ്ട് അവതരണം സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ആരാണ്? ഓക്കെ, മീനാക്ഷി മോൾ. അവസാനിക്കുന്നത് നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ക്ഷമിക്കുക. ആദ്യം ഗണപതിക്ക് ബെസ്റ്റ് ഇംപ്രഷൻ, അതുകൊണ്ട് ഞാൻ തന്നെ തുടക്കം. സംസാരിച്ചത്. റെഡി? ഓക്കെ മക്കളെ, റെഡി? പൊസിഷൻ ചെയ്യാം. പാട്ട് ക്ലിയർ ചെയ്യാം മക്കളെ, ഓരോരുത്തരായിട്ട് ഇട്ടിട്ട് ചെയ്യാം. ഓക്കെ ശരി മക്കളെ, റെഡി സ്റ്റാർട്ട്. 1 2 ചൊല്ലു മാരിക്കിളിയെ ചൊല്ലു നീ എന്റെ മാരനെ കണ്ടോ, തങ്കത്തേരിൽ വന്നിൻ മാറിൽ പടരാനിന്നിൻ പുന്നാരത്തേൻ കുടം വരുമോ, മുത്തിച്ചുവപ്പിക്കാൻ കോരിത്തരിപ്പിക്കാൻ എത്തുമെന്നോ കള്ളനെത്തുമെന്നോ, മുത്തിച്ചുവപ്പിക്കാൻ കോരിത്തരിപ്പിക്കാൻ എത്തുമെന്നോ കള്ളനെത്തുമെന്നോ, നീലക്കുയിലേ ചൊല്ലു മാരിക്കിളിയെ ചൊല്ലു നീ എന്റെ മാരനെ കണ്ടോ. കതിവന്നൂർ പുഴയോരം കതിരാടും പാടത്ത് പൂമാല പെണ്ണിനെ കണ്ടോ, കണിമഞ്ഞിൽ കുറിയോടെ ഇളമഞ്ഞിൻ കുളിരോടെ അവനെന്നെ തേടാറുണ്ടോ, ആ പൂങ്കവിൾ വാടാറുണ്ടോ, ആരോ മലിയാതിര രാത്രിയിൽ അരികെ വരുമോ, നീലക്കുയിലേ ചൊല്ലു മാരിക്കിളിയെ ചൊല്ലു നീ എന്റെ മാരനെ കണ്ടോ, തങ്കത്തേരിൽ വന്നിൻ മാറിൽ പടരാനിന്നിൻ പുന്നാരത്തേൻ കുടം വരുമോ.
ഇന്നത്തെ മറുകിന്മേൽ വിരലോടിച്ചവളെന്റെ കാര്യം ചൊല്ലാറുണ്ടോ? ആ പൂമിഴി നിറയാറുണ്ടോ? അവളമ്പിളിപ്പാൽ കുടം തൂവിയെന്നരികെ വരുമോ? നീലക്കുയിലെ ചൊല്ലു മാറിക്കിളിയെ ചൊല്ലു നീ എന്റെ മാരനെ കണ്ടോ? തങ്കത്തേരിൽ വന്നെൻ മാറിൽ പടരാനിന്നെൻ പുന്നാരത്തേൻ കുടം വരുമോ? മുത്തിച്ചുവപ്പിക്കാൻ കോരിത്തരിപ്പിക്കാൻ എത്തുമെന്നോ കള്ളനെത്തുമെന്നോ? മുത്തിച്ചുവപ്പിക്കാൻ കോരിത്തരിപ്പിക്കാൻ എത്തുമെന്നോ കള്ളനെത്തുമെന്നോ? നീലക്കുയിലെ ചൊല്ലു മാറിക്കിളിയെ ചൊല്ലു നീ എന്റെ മാരനെ കണ്ടോ? ഓക്കേ. അപ്പോൾ മക്കളെ കുറച്ച് നമ്മൾ വിചാരിച്ചിരുന്നു വളരെ കൂടുതൽ സമയം എടുത്ത ഒരു ഡാൻസ് ആയിപ്പോയി. ഒരുപാട് ഓരോ സ്പോട്ടിലും ഇങ്ങനെ പറഞ്ഞപ്പോൾ കുറച്ച് തെറ്റുകൾ കൂടുതൽ വന്നല്ലേ. അപ്പം അതൊരു എന്തോ പറ്റിയോ ഈ പാട്ടങ്ങ് ഒരുപോലെ പോകുന്നോണ്ടാണോ എന്തോ. അപ്പോൾ എന്നാലും എടുത്ത് നമ്മുടെ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് എന്നുള്ള പ്രിയരാജും ജയരാജും സഹോദരങ്ങളായ, അപ്പോൾ അവരിരുവരും നിങ്ങളുടെ ഈ നൃത്തത്തിന് വേണ്ടിയിട്ട് സ്പോൺസർ ചെയ്ത് അത് കാണണമെന്ന് ആഗ്രഹിച്ചു. നിങ്ങളത് നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ ചെയ്ത് അവതരിപ്പിച്ചു. ഈ പാട്ട് അവർക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ അതേ രീതിയിൽ ഏതാണ്ട് ഡ്രസ്സൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ നിങ്ങളുടെ സഹോദരന്മാർക്ക് നല്ലൊരു നന്ദി പറഞ്ഞോളൂ. ഒരുപാട് നന്ദി. പേരെടുത്ത് പറഞ്ഞോ. ജയരാജ്, ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷം. ഓക്കെ മക്കളെ. എന്നാ സാറെന്ന് പറഞ്ഞു, അതിലൊന്നും ഒരു കുഴപ്പമില്ല. ചേട്ടനായാലും സാറായാലും. ഓക്കെ ശരി. അപ്പോഴേ ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്ത് വെച്ചേക്കുന്നു മക്കളെ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോമൻസ് ഒക്കെ? ഇഷ്ടപ്പെട്ടോ? ഷൂട്ടും ഡാൻസും ഒക്കെ എങ്ങനെയുണ്ട്? പറഞ്ഞാൽ മതിയോ? ഓ, മീനാക്ഷി മോള്, നമ്മുടെ നിത്യതി മീനാക്ഷി കുട്ടിയാണ് ആദ്യം തന്നെ വന്നിരിക്കുന്നത്. നന്നായിട്ടുണ്ടായിരുന്നു ചേച്ചി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ നല്ല എൻജോയ് ചെയ്ത് കളിച്ചു. ഓക്കെ. പിന്നെ കുറച്ച് കൂടുതൽ സമയം എടുത്തില്ലേ? ഒരുപാട് തെറ്റ് പറ്റി. നോർമലി നമ്മൾ ഇത്രയും സമയം എടുക്കുന്നില്ല. ഞാൻ നേരത്തെ ചിന്തിച്ച് ഇത്രയും സമയം, ഒരു 2 മണിക്കൂർ റേഞ്ച് ആയി. പിന്നെ ഉള്ളത് അവരോട് ഒരുപാട് നന്ദി, സന്തോഷം. ഇപ്പൊ ഒരുപാടായിട്ട് നമുക്ക് ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അത് കേൾക്കുമ്പോഴും അവരൊക്കെ അങ്ങനെ ആഗ്രഹം പറയുമ്പോഴും ഒരുപാട് സന്തോഷം. ശരി മക്കളെ. ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു അനാമിക മോളെ? നല്ലായിരുന്നു ചേച്ചി, നന്നായിട്ടാ ചെയ്ത്. ഈ ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഇവര് രാവിലെ വന്ന കഥ പറയണ്ടേ? പറഞ്ഞോ. അത് ഞാൻ പറയും. അഭിരാമി ജനയും രാവിലെ സ്കൂട്ടിയിൽ ഹെൽമെറ്റ് ഒക്കെ വെച്ച് ഇങ്ങനെ ഒരുങ്ങിയാണ് വന്നത്. അപ്പം സത്യം പറഞ്ഞാൽ നമുക്ക് ഇതിനൊക്കെ ഭയങ്കര കോൺഫിഡൻസ് ആണ്. തീർച്ചയായും. പക്ഷെ എനിക്ക് സങ്കടമായി പോയി, എനിക്ക് വരാൻ പറ്റിയില്ല. ഞാൻ ഇന്നലെ ഇവിടെ ആയിരുന്നു. നമുക്ക് സന്തോഷവും. ഓക്കെ. അപ്പൊ നമുക്ക് ആ ഒരു സീൻ നമ്മുടെ കൂട്ടുകാരെ കാണിക്കാം കേട്ടോ. നിങ്ങൾ ഇത്രയും ദൂരം ഈ ഡ്രസ്സിൽ തന്നെ, അത് വലിയ കാര്യമൊന്നല്ല, എന്നാലും ഇന്നത്തെ കാലം ബേസ് വഴിയിലുള്ളവരല്ല ഒരു സംശയം, നമ്മള് ഇപ്പോഴത്തെ കുട്ടികൾ തന്നെ ഓക്കെ അടുത്ത പണിക്കൊക്കെ. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു മോൾക്ക്? ഇഷ്ടപ്പെട്ടോ? നന്നായിട്ടുണ്ടായിരുന്നു ചേച്ചി. എനിക്കിന്ന് ഞാൻ ഒരുങ്ങിയത് അഭിരാമി മോൾക്ക് കൊള്ളാം. കൈലിയൊക്കെ കൊടുത്ത് അനാമിക മോളും കൈലിയൊക്കെ ആക്കിക്കോട്ടെ എന്ന് ചിന്തിക്കുന്നു. അങ്ങോട്ട് കൊള്ളാന്ന് പറഞ്ഞു വരണ്ടേ? വീണ്ടും പറയണം. ആണോ? അപ്പൊ ഒന്നുകൂടെ. മീനാക്ഷി മോൾ കൈലി കൊടുത്തിട്ട് കൊള്ളാം, മനോഹരം. ഓക്കെ. ഇത്രേ ഈ കൂട്ടത്തിൽ കുശുമ്പി വേറൊന്നുമില്ല. അതെ. പറഞ്ഞ മക്കളെ. നന്നായിട്ടുണ്ടായിരുന്നു ചേച്ചി. പിന്നെ ഒന്നുമില്ല, നന്നായിട്ടുണ്ടായിരുന്നു. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു നിത്യതി സിദ്ധി മോളെ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഓക്കെ. എങ്ങനെയുണ്ട്? ഇച്ചിരി ടൈം എടുത്തതിന്റെ ഒരു ചെറിയ ഇതേ ഉള്ളൂ. ഓക്കെ ശരി. എങ്ങനെ ഉണ്ടായിരുന്നു അനാമിക? ജനമോളെ, നിത്യതി ജനമോളെ. നല്ലയായിരുന്നു. ഇങ്ങനെ ഒരുങ്ങിയത് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മളിപ്പോ കൊറേ നാളായി ഇങ്ങനെ ഷോർട്ടായിട്ട് ചെയ്തിട്ട് ഇപ്പൊ കുറെ ആയാലും, മറ്റേ എപ്പോഴും ഒറ്റ ഷോട്ടല്ലേ കൂടുതലും ചെയ്യുക. അപ്പം അതുകൊണ്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് സന്തോഷം. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു ശ്രീലക്ഷ്മി മോളെ?
നന്നായിരുന്നു ഈശി, ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്താ മീനാക്ഷി പറഞ്ഞ പോലെ പെട്ടെന്ന് ഇത്രയും സമയം ഇങ്ങനെ എടുത്തു എന്നൊരു സംശയം പെട്ടെന്ന് ആ സമയം കണ്ടപ്പോ തോന്നി. നമ്മൾ എന്തോ ഒരു കാര്യത്തിന് ഇങ്ങനെ അകത്തോട്ട് കയറിയപ്പോ ഇത്രയും സമയമായോ എന്നിങ്ങനെ തോന്നി. അപ്പൊ സാധാരണ ഈ ടൈം കൊണ്ട് നമ്മൾ 2 3 ഒക്കെ ഷൂട്ട് കഴിയും. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം നന്നായിരുന്നു. നല്ല പാട്ടാണ്, നല്ല മനോഹരമായ രീതിയിൽ ഷൂട്ട് ചെയ്തൊരു പാട്ടാ. നമ്മൾ ഇത്രയും കുറഞ്ഞ ഒരു സൗകര്യത്തിലായിട്ട് ഇത്രയും ചെയ്തെടുത്തില്ലേ. അപ്പോൾ പ്രത്യേകമായിട്ട് നീലക്കുയിലേ ചൊല്ലു എന്ന് പറയുന്ന ഈ പാട്ട് നിങ്ങൾക്ക് വേണ്ടി നൃത്തം സ്പോൺസർ ചെയ്ത് പ്രിയരാജ്, ജയരാജ്, 2 ചേട്ടന്മാർക്കും സന്തോഷം. ഓക്കെ, അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുപോലെ അവര് ട്രിവാൻഡ്രത്ത് വട്ടിയൂർക്കാവ് ഉള്ളയാണ് കേട്ടോ. ചേച്ചി മീനാക്ഷി എന്റെ സ്ഥലമാണ് ട്രിവാൻഡ്രം. അതെ, ചേച്ചിയുടെ സ്ഥലമാണ്. അവിടുത്തെ സദ്യയൊക്കെ നല്ലതല്ലേ ചേച്ചി? തിരുവനന്തപുരത്ത് സദ്യ. വിഷയം മാറ്റുവാണ്, കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ പറഞ്ഞു ഈ പൊടി വെപ്പൊടിയാണ് നമ്മൾ പറയൂ. ചേച്ചി, ഞാൻ ചോദിച്ചോട്ടെ, ഇവര് വെച്ചത് പൂവൊക്കെ ജനിച്ചപ്പോൾ ഇതല്ലേ ഉണ്ടാവും, കഴിവാണ് വെക്കുന്നത് അല്ലേ? അതെ അതെ, അവളുടെ സ്റ്റുഡന്റിന്റെ ഫോക്ക് ഡാൻസിന്റെ മുടി സൈഡ് ഞാൻ ഒരെണ്ണം മേടിച്ചു, അതുകൊണ്ട് ഞാനൊന്നും മേടിച്ചു. അതായിരുന്നു ഇവിടെ ഒരു വലിയ പ്രശ്നം. ഓക്കെ, എന്തായാലും വെപ്പ് മുടിയൊക്കെ വെച്ച് മീനാക്ഷി മോളും ബാക്കി എല്ലാവരും വെക്കാത്ത ഒറിജിനൽ മുടിയായിട്ട് വെപ്പ് പൂവൊക്കെ വെച്ച് ഞാൻ വെപ്പ് വെച്ചു, സമ്മതിച്ച്. അപ്പൊ കൂട്ടുകാരെ, ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇച്ചിരി അടിയും വഴക്കും ഒക്കെ ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് വരാം. നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി തന്നെ വരും. നമ്മുടെ സഹോദരങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ചേച്ചി ഗ്രാമർ ഇല്ലാതെ